ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുമായിരുന്നു ഗൈസ്. എനിക്ക് മാനുവൽ സെറ്റാക്കാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായി. എനിക്ക് പ്രാന്ത് അടിക്കുന്നുണ്ട്. ഒടുക്കത്തെ സ്ക്രിപ്റ്റിംഗ് അടിക്കുന്ന പോലെയുള്ള മാനുവൽ അടിക്കുന്നതുകൊണ്ടാണോ എന്താണോ എന്നറിയില്ല. ഞാനിട്ടത് മാറ്റണം. അപ്പോൾ ഇപ്പോൾ എന്തായാലും പ്രൊസീഡ് എടുത്തിട്ടുണ്ട്. ഓപ്പണൻ്റ് അനിച്ചിട്ടുണ്ട്. അസിസ്റ്റഡാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഗൈസ്. ഹിയർ വി ഗോ ഡിവിഷൻ 1 ആണ്. ഈ മാച്ച് ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ കാരണം കുറേ മാച്ചിന് ശേഷം കഴിഞ്ഞ മാച്ച് നല്ല അടിപൊളി ഗെയിം പ്ലേ കിട്ടി. പക്ഷേ അവസാനം നോക്കുമ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നു ഗൈസ്. ഒപ്പോണൻ്റ് ഹിയർ വി ഗോ. ഇപ്പോൾ ഒരു LMF യൂസ് ചെയ്യുന്നുണ്ട്. നെയ്മറിനെ അവിടെ ഇട്ടാലോ? നെയ്മർ വേണ്ട, കുഴപ്പമില്ല. സോണ കളിക്കട്ടെ. ഒപ്പോണൻ്റ് അത്യാവശ്യം നല്ല സ്കോഡാണ്. വലിയ സ്കോഡൊന്നുമില്ല, അത്യാവശ്യം ഓക്കെയാണ്. എന്നാലും മാച്ചിലേക്ക് പോയി. ടെൻഷൻ ആക്കുന്ന ഇങ്ങനെ ആളാ. എംബാപ്പെ ഈസി സോൺ. ഞാൻ ഇപ്പോൾ മാക്സിമം ബോൾ കൺട്രോൾ ചെയ്ത് കളിയാണ്. ഈസി സോൺ. ഞാൻ പെട്ടെന്ന് പാസ് ഇടുന്നത് മിസ് പാസിംഗ് ഒക്കെ ഒഴിവാക്കിയിട്ട് മാക്സിമം ബോൾ കൺട്രോൾ ചെയ്ത് കളിക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾക്ക്. നമുക്ക് നോക്കാം. ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും മിക്കവാറും 2025 ആവും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ മിക്കവാറും ആയിട്ടുണ്ടാവും. കാരണം ഇതിപ്പം 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. എംബാപ്പെ ടേണിങ് ഉണ്ടായി. സീനാണ് ചെക്കനൊക്കെ. ടേൺ ചെയ്തങ്ങ് കളിച്ചോളുക. ഞാൻ മാക്സിമം ബോൾ കൺട്രോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം എൻ്റെ CFന്. റുമി നൈസ് ടേൺ. റുമി ഞാൻ പറഞ്ഞില്ല ഗൈസ്, മാക്സിമം ബോൾ കൺട്രോൾ. റുമിക്കൊക്കെ 8 അങ്ങാറ്റുണ്ട് ഇപ്പോൾ. 8 അങ്ങനെ തോന്നുന്നു, കറക്റ്റ് ഓർമ്മയില്ല. മാക്സിമം കൊടുക്കുന്നുണ്ട്. അടിച്ചവിടെ തിരിച്ചടി വാങ്ങുക, അത് ഇപ്പോഴത്തെ മെയിൻ സംഭവമാണ്. വെറും ഡ്രോ ആവുക, ലോസ് ആവുക, വെറുതെ ഒരു കാര്യമില്ലാണ്ട്. കമോൺ എംബാപ്പെ. ഇങ്ങനെ കളിച്ചാൽ മതി. അവിടെ കൊടുത്താൽ ബ്ലോക്ക് ആവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കളിക്കാം. മെസ്സി എംബാപ്പെ ഡബിൾ ടച്ച്. റുമി ടേൺ അങ്ങോട്ടോട് മെസ്സി. മെസ്സി ഒരു ടേണ് ബാക്ക്. ഷോമനി ബാക്ക് ടു മെസ്സി. യെസ് കിട്ടി. എനിക്ക് ഉറപ്പായിരുന്നു ആ ഒരു ടേൺ കിട്ടിയ പോലെ. ഓപ്പോണന്റ് സ്കിപ്പ് ചെയ്തില്ല പറയാൻ പോക്കരുത്. ആ ടേൺ കിട്ടിയെന്ന് ഉറപ്പായ ഗോളാ. അതാണ് നമ്മളെ മെസ്സി ഗൈസ്. മെസ്സി കഴിഞ്ഞ കളി സീൻ കളിയായിരുന്നു. അതാണ് ആ മെയിൻ ഞാൻ ഇപ്പോൾ അങ്ങനെ കളിക്കാൻ നോക്കിയത്. കാരണം കഴിഞ്ഞ കളി ഇതേപോലത്തെ ഒരു കിട്ടിലും ഗോൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഗെയിം പ്ലേ കിട്ടിയില്ല. തേങ്ങ 4-0 ഐസ് നമ്മൾ. ഒരു രക്ഷയില്ലാട്ട. മെസ്സി മറ്റേ പാലം വെള്ളം ഒഴുകുന്നവരിങ്ങനെ ഒഴുകി കളിക്കാം. മെസ്സി ഇങ്ങനെയാണ് ശരിക്കും ഞാൻ കളിക്കുന്നത്. ഞാൻ പണ്ട് ഇങ്ങനെ സ്കില്ലൊക്കെ ഇട്ടിട്ടായിരുന്നല്ലോ കളിക്കൽ. പണ്ടത്തെ ഗെയിം പ്ലേ ടാസ്ക് ആവുമായിരുന്നു. പണ്ടത്തെ ഗെയിം പ്ലേ ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പണ്ട് നല്ലോണം ഡബിൾ ടച്ച് ഒക്കെ യൂസ് ചെയ്തിട്ട് കളിക്കൽ. ഡബിൾ ടച്ച് ഞാൻ ഷൂട്ടല്ല, ഡബിൾ ടച്ച് ചെയ്ത് സ്കില്ലിട്ടൊക്കെ കളിക്കൽ. പക്ഷെ ഇപ്പം ഞാൻ ഒരു മര്യാദയ്ക്ക് ഡബിൾ ടച്ചും ഷൂട്ട് പോലും ചെയ്യുന്നില്ല. ഫുള്ള് മാറിപ്പോയി. ഹിയർ വി ഗോ ഗൈസ്. എടാ കാര്യമില്ലാണ്ടായല്ലോ. നല്ലൊരു ഷോട്ടായിരുന്നു. പക്ഷേ ആ ഗോൾ വന്നാൽ കളി കുറച്ചും കൂടി ടൈറ്റ് ആവുമായിരുന്നു. പിർലോ കുഴപ്പമില്ല. എന്തോ സൗണ്ട് ആയിട്ടുണ്ട്. ഹിയർ വി ഗോ. മെസ്സി അടിച്ചിളക്ക് മോനെ. കമോൺ ബെൻ വൈറ്റ്. മെസ്സി റുമനിക് എടാ ജസ്റ്റ് മിസ്. എന്താണ് ഇങ്ങനെ പടക്കം പൊട്ടിക്കുന്നുണ്ടോ തോന്നുന്നു. ഷോമനി വെക്കുമ്പോൾ എടാ നല്ല സൗണ്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് നല്ലോണം കേൾക്കുന്നുണ്ട്. ഗെയിം പ്ലേ റെക്കോർഡ് ചെയ്യുമ്പോൾ സൗണ്ട് എങ്ങനെ ആയിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ബെൻ വൈറ്റ് എവിക്കോ കഫു ഇല്ല. ഒരു വൃത്തികെട്ട പ്രസ്സിങ് ആയിപ്പോയി എൻ്റെ. അസിസ്റ്റഡ് കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ടല്ലോ. സോറി, ഇതായിരുന്നു സെമി ഓട്ടോ. അതാണല്ലേ അസിസ്റ്റഡ് അല്ല കൈസ്, സെമി ഓട്ടോ ആണേ. കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട്. പക്ഷേ പോരാ കൈസ്, അതൊന്നും പോരാ. ഇപ്പുറത്തൊരു മങ്ങലങ്ങാണ്ടുണ്ട്, അതിൻ്റെ ആണെന്ന് തോന്നുന്നു. മെസ്സി ടേൺ നൈസ്. മെസ്സി ഇതെന്തറാ ഫൗളല്ല അത്. പിടിച്ച് ഉരുട്ടൊക്കെ ചെയ്യുന്നു. എടാ ഓക്കെ
ഹാഫ് ടൈം ആയിട്ടുണ്ട് ഗൈസ്. മെസ്സി ഒരു രക്ഷയില്ലാത്ത കളി, ഒരു ഗോൾ കിട്ടില്ല ഗോളായിരുന്നു. റുമീൻ്റെ അതേപോലെ തന്നെ അല്ലേ, നല്ല ടേൺ ആയിരുന്നു. റുമീൻ്റെ ടേൺ ചെയ്ത് ഡ്രിബിൾ ചെയ്തിട്ടാ പോയിട്ട് ഗോൾ അടിച്ചത്. Here we go guys. Costa, Mbappe, Lisi, double touch, എടാ ഡബിൾ ടച്ച് എടാ ആവശ്യമില്ലാണ് എന്തല്ലോ ഇടും ഗോളാക്കി. എംബാപ്പേ പക്ഷേ നല്ല സേവ്. അലിസൺ ആണ് ഗൈസ്, അലിസൺ. അലിസൺ തന്നെയല്ലേ, ഞാൻ സബ്ബർഗ് ഉണ്ടായിരുന്നല്ലോ. യെസ് അലിസൺ തന്നെ 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 ഗൈസ്. മെസ്സി പ്രോഗ്രഷൻ ആണെങ്കിൽ കമൻറ്റ് ചെയ്ത് പറ ഗൈസ്, സീനാണ്. എടാ കമോൺ റൊമി, എന്ത് തേങ്ങയാണ്. ത്രൂ ബോൾ പാസ് ഉണ്ടായാലും ഇമാതിരി പാസ്സൊക്കെ ആണല്ലോ ഇടുക. മെസ്സിൻ്റെ ആകെയുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഗൈസ്, മെസ്സി ആടാ പോസ്റ്റടാ. നല്ലൊരു ഷോട്ട് നോക്കിയതായിരുന്നു. ഓക്കെ, നല്ല ചാൻസ് ഇപ്പുറത്ത് ഓടുന്നുണ്ട് പക്ഷേ വിടുന്നില്ല ഗൈസ്. അവൻ പക്ക ബ്ലോക്കിംഗ് ആയിരുന്നു. പിന്നെ അറിയാം മെസ്സിനെ അങ്ങോട്ടേക്ക് വിട്ടാവൻ തീർന്നെന്ന് അറിയാം, പക്ഷേ ഇവിടെ കുറച്ച് പവർ ഉണ്ടെങ്കിൽ അത് ഗോളായിരുന്നു. പവർ ഉണ്ടായില്ല, ഭാഗ്യം. ഓ പോയി. ജസ്റ്റ് ഒന്ന് ഗോളിനെ വലിച്ചാട് ഗൈസ്. ഈസി ഡബിൾ ടച്ച് ആൻഡ് ത്രൂ ബോൾ. ക്രോസ് ഇട്ടോക്കാം ആൻഡ് എംബാപ്പെ ഹെഡൊക്കെ ഗോൾ ചെയ്തടാ. എൻ്റെ കയ്യിൽ ആദ്യമായിട്ടും കണ്ടാണ്. ഏതാടാ പാസ്? ക്രോസ് നൈസായിരുന്നു കേട്ടോ. എംബാപ്പെ ഗോൾ കാണാൻ വേണ്ടിട്ട്. അങ്ങനെ 3-0 ഗൈസ്. നമ്മൾ സെക്കൻഡ് മാച്ചും അടിച്ച് കയറുന്നുണ്ട്. നല്ല ഹൈലൈറ്റ്സ് കാണാം മെസ്സിൻ്റെ സെക്കൻഡ് ഗോളല്ല മെസ്സി അടിച്ച്. അതൊക്കെ കാണാൻ കുറച്ച് ടൈമിങ് ആയിപ്പോയി. സ്കില്ലിടുന്നതിന് നല്ല ടൈമിങ് എനിക്ക് ലേലാക്കണം. ഒന്നാമത് എൻ്റെ വൈഫൈ ചെറിയ ഡിലേ ഉണ്ട്, അപ്പോൾ ഞാൻ അതിൽ കണക്കാക്കിയിട്ട് വേണം സ്കില്ലിടാൻ വേണ്ടിയിട്ട്. എന്തൊക്കെ ട്രൈ ചെയ്യണല്ലേ. വിട്ട് തന്നെ നോക്കിയിരുന്നു. സോണി എടാ മെസ്സി പരിക്കാടാ, ചവിട്ടിയിട്ട്. കമോൺ സോൺ കൊടുക്കടേ. എണീച്ച് പോയാ? നോ പരിക്ക് ഗൈസ്. മുസിയാല, മൾഡിനി നൈസ്. സോൺ പൊള്ളി ഡബിൾ ടച്ച് ആൻഡ് ഏത് ടാക്കിളാടാ അതൊക്കെ? എനിക്ക് ടാക്കിൾ ഇടാമെന്ന് അറിയില്ലല്ലോ. ഇവനൊക്കെ എങ്ങനെയാണ് ഇടുന്നത്? കോസ്റ്റ, ബെക്കംബോർ, ടേണ്, എംബാപ്പെ, റുമി, മെസ്സി, ടി. മോനെ ഇതാണ് ബെക്കംബോറിന്റെ ടേണ്. പിന്നെ മെസ്സിന്റെ ഡബിൾ ടച്ച് ഇട്ട് അപ്പം തന്നെ ഞാൻ ചെയ്തില്ല. ഞാൻ കുറച്ച് ഉള്ളിലോട്ട് കയറിയിട്ടാണ് ചെയ്തത്. മൈൻഡ് ഗെയിംസ് ഗൈസ്. എടാ അവൻ ടേൺ ചെയ്ത് കളിക്കുന്നു. അയ്യോടാ കളിയാണ് 4-0. എൻ്റെ മോനെ എടാ മെസ്സിന്റെ 2 ഗോളും സീനായിരുന്നു കേട്ടോ. രണ്ടാമത്തെ ഗോള് മെസ്സിന്റെ മാത്രമല്ല, ബെക്കംബോറിന്റെ ടേണ് അവൻ ടാക്കിളാണ് ചെയ്തത്. നൈസ് വൺ. നോക്കി 4 സേവാ. മെസ്സി കൈ 7.5, റുമി 7.5, എംബാപ്പെ 7. നല്ല ഹൈലൈറ്റ്സ് ഒക്കെ. ഇത് നമ്മുടെ റുമിയുടെ ഗോളാണ്. ഇത് അത്യാവശ്യം കിട്ടിലാക്കിയായിരുന്നല്ലേ. അവിടുന്ന് കട്ട് ചെയ്ത് 2 ആളെ, പിന്നെ ഒരുത്തനെ വലിച്ച് കട്ട് ചെയ്ത് നൈസ് ഗോൾ.
ടേണായിരുന്നു കിടിലാക്കി നമ്മളെ റൂമിൻ്റെ ആ ഒരു ടേണില്ലേ അത് നൈസാക്കി രണ്ടാളെ ഇടക്കൂട്ട ഒരുത്തനെ കട്ട് ചെയ്തു നല്ല കിടിലം ക്ലാസ് ഗോൾ അത്യാവശ്യം നൈസാക്കിയത് ഇത് മെസ്സിൻ്റെ ഗോൾ ഐസ് ഇത് ആ ടേൺ എനിക്ക് കിട്ടിയെന്ന് ഉറപ്പായപ്പോൾ അന്നേരം ഞാൻ ഉറപ്പിച്ചു ഇത് ഗോളാണ് അങ്ങനെയാണ് മെസ്സി ഐസ് അത്രയും നല്ല ചാൻസ് ആണെങ്കിൽ ഷുവർ ഗോൾ ഒന്നും നോക്കാനില്ല ഇത് പുള്ളിക്കാരൻ്റെ ഒരു നല്ല ഇത് ഞാൻ ഗോൾ ഉറപ്പിച്ചതാടാ എന്തോ ഭാഗ്യം ഗോളി എങ്ങനെയോ സേവ് ചെയ്തിട്ടുണ്ട് സ്ക്രിപ്റ്റഡ് ആയിരിക്കും എനിക്കറിയില്ല എനിക്കും കുറേ കിട്ടാറുണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇത് എംബാപ്പൻ്റെ ക്രോസ് എംബാപ്പൻ്റെ ഗോൾ ഹെഡ് അവിടെ എല്ലാ ഗോളും നല്ല രസമുണ്ട് കേട്ടോ ഇത് ഞാൻ പറഞ്ഞില്ല ഇത് എംബാപ്പൻ്റെ ഹെഡ് കാണാൻ നല്ല രസമുണ്ട് അതിനതിൽ ഒരു ആംഗിളിൽ നിന്ന് കാണാനായതുകൊണ്ടായിരിക്കും ഇത് മെസ്സിയുടെ ഇത് ആ ടേണ് 1 ടച്ച് പാസ് DT അപ്പോൾ തന്നെ ബീറ്റായി അവൻ്റെ ഡിഫൻസ് ജസ്റ്റ് ഉള്ളിലോട്ട് കയറിയിട്ട് കേൾ ചെയ്ത് കൊടുത്തു ഇത്രയുള്ള സിമ്പിൾ ഗോളൊക്കെയാണ് ഇട്ടത് ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാട്ടാ ഓപ്പോണൻ്റ് ഡിവിഷൻ 1 നല്ല ഹൈ റാങ്ക്ഡ് പ്ലെയറാണ് നമ്മൾ തകർത്തു ഗൈസ് അത്രേ ഉള്ളൂ ഹിയർ വി ഗോ 10+. ഞാൻ എന്തായാലും കുറേ കളി പൊട്ടിയിരുന്നു നിങ്ങൾക്ക് ഇത് കാണാമല്ലോ അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പ്രോഗ്രഷൻ ആണെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ് നെക്സ്റ്റ് വീഡിയോ ബൈ